ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സോ ടുഡേ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 60. കഴിഞ്ഞ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അറൗണ്ട് 44 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മിനിമം 1 മുതൽ 2 ക്വസ്റ്റ്യൻസ് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ വി ക്യാൻ ഗോ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 16. എ റെസിസ്റ്റൻസ് capital R draws power P when connected to an AC source. If an inductance is now placed in series with the resistance such that the impedance of the circuit becomes Z dash, Z, the power drawn will be. So ആദ്യം ഫസ്റ്റ് സെൻറ്റൻസിൽ അവിടെ ആ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ടു എ സി സോഴ്സ്, ദ പവർ ഡ്രോൺ എന്ന് പറയുന്നത് പി എന്നാണ് പറഞ്ഞിരിക്കുക. എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാം. പി എന്ന് പറയുന്നത് വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ ആസ്പെക്റ്റ്. ഇതാണ് ആദ്യം നമുക്ക് തന്നിരിക്കുക. രണ്ടാമത് പറയുന്നത് ഈ റെസിസ്റ്റൻസിനോടൊപ്പം ഒരു ഇൻഡക്റ്റൻസ് കൂടെ സീരീസോടെ കണക്ട് ചെയ്യുന്നു എന്നാണ്. ആ ഒരു എ സി സർക്യൂട്ട് വരുമ്പോൾ അവിടുത്തെ പവർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം, അത് വി ആർ എം എസ് ഐ ആർ എം എസ് ഇൻറ്റു ദ പവർ ഫാക്ടർ എസ് കോസ് ഫൈ. അവിടെ വി ആർ എം എസ് വി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ഐ ആർ എം എസ് എന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ ദ ടോട്ടൽ ഇംപിഡൻസ് ഇൻറ്റു കോസ് ഫൈ എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആർ ബൈ ഇസഡ്. സോ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ ഇൻറ്റു ആർ. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കേസിൽ നമുക്കറിയാം പവർ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടേം ആറ് കിട്ടാൻ വേണ്ടി ഒരു ആറ് ഡിനോമിനേറ്ററിലും അതോടൊപ്പം നമ്മൾ ന്യൂമറേറ്ററിലുമായിട്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ we can write it to be v square by r into that multiplied r, the division by z square into r. അപ്പോൾ അവിടെ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ആദ്യത്തെ കേസിലെ പവർ പി ആണ്. സോ പി ഇൻറ്റു ആർ ബൈ ഇസഡ് ദാറ്റ് മച്ച് സ്ക്വയർ. That means we get the fourth option, D as the answer. So we can move with the question number that is 17. A series RC circuit is connected to an alternating voltage source. Consider two situations when the capacitor is air filled and B when capacitor is mica filled. Current through the resistor is I and voltage capacitor is V. Then what we can say? അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആൻഡ് എ കപ്പാസിറ്റർ, അതാണ് നമ്മളുടെ എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഇപ്പോൾ 2 ഡിഫറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ദ പൊട്ടൻഷ്യൽ ദെയർ ഡിവിഷൻ ബൈ ദാറ്റ് ഇംപിഡൻസ് ദെയർ. ഇതാണ് മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റൻസ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് നമുക്കറിയാം, ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം കപ്പാസിറ്റി റിയാക്റ്റൻസ് എക്സ് സി. എന്താണ് ഐ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി ഡിവിഷൻ ബൈ ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇവിടെ ആ റെസിസ്റ്റൻസ് ആണുള്ളതെങ്കിൽ അവൻ്റെ കപ്പാസിറ്റൻസ് സി ആണെങ്കിൽ സോ വി ക്യാൻ സേ 1 ബൈ that xc as omega c, that much square, that much into xc. xc is വീണ്ടും 1 by omega c. So that is equal to, നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ വി ഡിവിഷൻ ബൈ, അപ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ സി സ്ക്വയറിനെ
നമ്മളൊന്ന് ക്രോസ് ചെയ്താൽ അപ്പോൾ അതെന്തായിട്ട് എഴുതാം? ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദ ഡിവിഷൻ ബൈ റൂട്ട് പുറത്താക്കിയാൽ അത് ഒമേഗ സി ആയിട്ട് മാറി 1 by omega c I. So we can cancel that omega c, omega z. So we get the relation as potential across the capacitance is V by root of R square omega square c square plus 1. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡിനോമിനേറ്ററിലെ കപ്പാസിറ്റൻസ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇഫ് യു ഫിൽ എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ഉറപ്പായിട്ട് നമുക്ക് അറിയാമെന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് K ടൈംസ് ആയിട്ട് കൂടുമെന്ന് നമുക്കറിയാം. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുമ്പോൾ ഉറപ്പായിട്ടും കപ്പാസിറ്റൻസ് എന്നുള്ള ക്വാണ്ടിറ്റി നമ്മുടെ ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഉറപ്പിക്കാം ദാറ്റ് പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റൻസ് ഗോസ് ഓൺ ഡിക്രീസിങ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പൊട്ടൻഷ്യൽ ഇവിടെ അത് വി എ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ വി ബി. സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ വി ക്യാൻ സെലക്ട് ദ ആൻസർ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഫസ്റ്റ് ഓപ്ഷൻ. So that is a good question. Then we can move with the next one, number 80. Look, a coil of self-inductance capital L is connected in series with a bulb B and an AC source. Brightness of the bulb decreases when. സോ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് അത് ഓഫർ ചെയ്യപ്പെടുന്ന XL എന്ന് പറയുന്നത് ഒമേഗ എൽ ആണെന്ന് നമുക്കറിയാം. എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് അതിലെ കോറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, കാരണം മ്യൂ ആറുമായിട്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു അയൺ കോറ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിക്കാം ഇൻഡക്റ്റൻസ് കൂടുകയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും നമ്മളുടെ ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദ ബ്രൈറ്റ്നെസ് ഡിക്രീസസ് എന്നുള്ള കൺസെപ്റ്റിൽ പറയാൻ പറ്റും. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സി ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. So we can move with the question number 19. In an electrical circuit R, L, C and an AC voltage source are all connected in series. അപ്പോൾ ഒരു LCR സർക്യൂട്ടാണ് നമ്മളുടെ സിറ്റുവേഷൻ ഇവിടെ. ഇൻഡക്റ്റൻസ് ഉൾപ്പെടെ they are connected in series to an AC source. When L is removed at first, L റിമൂവ് ചെയ്താൽ ഒരു ആർ സി നെറ്റ്വർക്കാണ് ഉള്ളതെങ്കിൽ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് π/3. അപ്പോൾ നമ്മുടെ ഫേസർ ഡയഗ്രാം നമ്മൾ വരച്ചാൽ സ്വാഭാവികപരമായിട്ടും ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ഈസ് ഇൻ ദി എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നു, വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇൻഡക്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ദ പൊട്ടൻഷ്യൽ അക്രോസ് ദാറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ലൈക്ക് ദാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ φ1 ആയിട്ട് എടുത്താൽ അതാണ് π/3 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം ദാറ്റ് കോസ് φ1 എന്ന് പറയുന്നത്, അപ്പോൾ അവിടുത്തെ കോസ് φ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ അക്രോസ് ആർ ഓർ ദ റെസിസ്റ്റൻസ് ഡിവിഷൻ ബൈ ദ ടോട്ടൽ ഇംപിഡൻസ് ദേ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് XC സ്ക്വയർ എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് π/3 ആസ് എ കോസ് 60. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, സി ഹിയർ ഇഫ് ഇൻസ്റ്റെഡ് സി ഈസ് റിമൂവ്ഡ് ഫ്രം ദ സർക്യൂട്ട് ദ ഫേസ് ഡിഫറൻസ് ഈസ് അഗെയിൻ π/3. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസ് മാറ്റി അപ്പോൾ അവിടെ ഇൻഡക്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻഡക്റ്റൻസിലെ പൊട്ടൻഷ്യൽ എപ്പോഴും ലീഡ് ദ കറണ്ട് ബൈ π/2 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നെറ്റായിട്ടുള്ള വോൾട്ടേജ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അത് മേക്ക് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് φ2 ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം കോസ് φ2 എന്ന് പറയുന്നത് ദാറ്റ് ആർ ഡിവിഷൻ ബൈ ആസ് എ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ദാറ്റ് XL സ്ക്വയർ. സോ അതും നമുക്ക് തന്നിരിക്കുന്നത് കോസ് 60 ആണ്.
എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പവർ ഫാക്ടേഴ്സും സെയിം എന്ന് പറഞ്ഞാൽ സിംപിളി നമുക്ക് ഫസ്റ്റ് കേസിലെ ആർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയറും ഇറ്റ് ഷുഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. അപ്പം ന്യൂമറേറ്റേഴ്സ് സെയിം ആണ്, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. എക്സ് സി എന്ന് പറയുന്നത് എക്സ് എൽ ആയിട്ട് മാറും. അത് സംഭവിക്കുന്നത് നമുക്ക് കൃത്യതയോടെ അറിയാം. അത് റെസൊണൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറുമ്പോഴാണ്. റെസൊണൻസ് വരുമ്പോൾ നമുക്കറിയാം മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവനൊരു പ്യുവർ റെസിസ്റ്ററായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആകുമ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നത് കൊണ്ട് നമ്മുടെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആർ ബൈ ഇസെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ. ഇറ്റ് ബിക്കംസ് 1. So we can quote the third choice as the answer. We can move with the question number 30. An AC voltage 20, an AC voltage is applied to a resistance capital R and an inductor L in series. If R and the inductive reactance are both equal to 3 ohm, the phase difference between the applied voltage and current in the circuit is. So ഇവിടെ നമുക്കൊന്ന് പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാം ഇൻ ദ നോർമൽ കേസസിൽ കോസ് ഫൈ എന്ന് പറയുന്നത് ആർ ഡിവിഷൻ ബൈ ഇസഡ് ആണ്. ഇൻഡക്റ്റൻസും ഇവിടെ റെസിസ്റ്റൻസുമുള്ള സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡിവിഷൻ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ദാറ്റ് എക്സ് എൽ സ്ക്വയർ. ഇവിടെ ആറും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും 3 ഓം ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ടു ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. So that is equal to 3 division by root of 2 into 3 square. That is equal to 3 by root 2 times of 3. So cos phi യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 by root 2 ആയിട്ട് മാറുകയാണ്. That means phi take the value as a cos inverse of 1 by root 2. എന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമായി അത് 45 ഡിഗ്രി ആണ്. That means we can select the second option as the answer. We can move with the next one, number 21. A coil has a resistance that is given as is equal to 30 ohm and an inductive reactance of 20 ohm that happened at 50 hertz. എന്നിട്ട് പറയാണ് if an AC source of that potential 200 volt with the frequency as 100 hertz is connected across the coil, then the current in the coil is, that is we need to find it. അപ്പോൾ സാധാരണ ഒരു എ സി നെറ്റ്വർക്ക് വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എസ് വി ഡിവിഷൻ ബൈ അവിടുത്തെ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് വി ഡിവിഷൻ ബൈ ഒരു ഇൻഡക്ടർ റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസും അതോടൊപ്പം ഒരു റെസിസ്റ്റൻസും ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ആസ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. That is equal to V it is known as a 200 volt, the capital R is given as a 30 and the XL, the frequency is here as 100 hertz, but we need to know the value of inductance L. There is no value there. അപ്പോൾ L എങ്ങനെ കണ്ടുപിടിക്കാം? അതിനാണ് നമ്മുടെ ആദ്യത്തെ ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുക. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ കേസിൽ എക്സ് എൽ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് എൽ വേറെയാണ്, കാരണം മറ്റൊരു ഫ്രീക്വൻസിയാണ് നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എക്സ് എൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഒമേഗ എൽ എന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ എഫ് ഇൻറ്റു എൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് എക്സ് എൽ ഡിവിഷൻ ബൈ 2 പൈ ഇൻറ്റു എഫ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു as a 20 division by that 2 pi into that frequency as 50. So that is equal to, so 2 it becomes a 10. So 2 that becomes equal to yes, 2 to 2 cancel, 10 cancel, good. So we get the value as 1 by 5 pi. അപ്പോൾ ആ ഒരു വാല്യൂ അറിയാമെങ്കിൽ നമുക്കിവിടെ കറണ്ടിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് മാറി. So we can go with the concept there. Look, we can just substitute the value. The potential is okay, V division by as a root of that R square plus that XL dash, so omega square. So that is a very important one.
2 pi f into L square. So that is equal to 200, that is a potential there, by root of r square, that is a 30 ohm, 30 square plus, so that is 2 pi, that is equal to 4 pi square, that much into f. F is here the 100, so 10 to the power of 4 into L square, that is 1 by 25 into that pi square. അപ്പോൾ ഇവിടെ പൈ സ്ക്വയർ നമുക്ക് ക്യാൻസലായിട്ട് കളയാം. ദാറ്റ് ഈസ് ദെൻ that is equal to 200, that is division by as a root of 900 plus, that is equal to so 25 is there, then here it is 400, 4 into 10 to the power of 4, 4 into 10 to the power of 4, that much division by as 25, so 400 into that 100 division by 25, yes, it becomes 4600. So here we can write it to be as 1600, so equal to, that is 200, that division by as a root of that 1600 plus 900, we can write it to be as 2500, so that is equal to 200 division by as 50, so you get the value as is equal to 4 ampere. That means we get the choice as A. So we can move with the next question, number 22. In the given circuit, the reading of the voltmeter V1, V2 are 300 each. The reading of the voltmeter V3 and the ammeter A are respectively. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പൊട്ടൻഷ്യൽ അക്രോസ് V1ഉം പൊട്ടൻഷ്യൽ അക്രോസ് V1ഉം V2ഉം സെയിം എന്ന് പറയുമ്പോൾ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസും സെയിം ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്യൂട്ട് റെസൊണൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇവൻ ഒരു സിമ്പിളായിട്ട് ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്കായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയോടെ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ EMF ഡിവിഷൻ ബൈ അവിടുത്തെ റെസിസ്റ്റൻസ്, കാരണം ഇസഡ് എന്ന് പറയുന്നത് ആറായിട്ട് മാറിക്കഴിഞ്ഞു. സോ 220 ഡിവിഷൻ ബൈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആകുമ്പോൾ നമുക്ക് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 2.2 ആംപിയർ ആയിട്ട് മാറി. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമുക്കിനി വേണ്ടത് വോൾട്ട് മീറ്റർ V3 ആണ്. അപ്പോൾ V3 എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2 ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 220 വോൾട്ട് ആണ്. സോ വി ഗെറ്റ് ദ ചോയ്സ് ആസ് ഇസ് ഈക്വൽ ടു ദ സെക്കൻഡ് വൺ B. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുവാനും. So we can move with the next question, number 23. A special question is there. A condenser of capacity C is charged to a potential difference V1. The plates of the condenser are then connected to an ideal inductor of inductance L. The current through the inductor when the potential difference across the condenser reduces to V2 is. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവനൊരു LC സർക്യൂട്ടാണ്. സോ LC ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ഓർക്കുക, ഇൻ കേസ് ഓഫ് ഓസിലേറ്ററി ഡിസ്ചാർജ് ഓഫ് എ കപ്പാസിറ്റർ ത്രൂ ആൻ ഇൻഡക്ടർ, ചാർജ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് T എന്ന് പറയുന്നത് നമുക്ക് എഴുതാം ആസ് Q is equal to Q0 into cos omega T. അവിടെ ഒമേഗ എന്ന് പറയുന്നത് മറന്നു പോകരുത് 1/√LC ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് കോസ് ഒമേഗയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/Q0 ആണ്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ കപ്പാസിറ്ററിലുള്ള ചാർജ് എന്ന് പറയുന്നത് സി ഇൻറ്റു വി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ അത് സി വി വണ്ണും, രണ്ടാമത്തെ കേസിൽ വി ക്യാൻ റൈറ്റ് ടു ബി സി വി ടുവുമാണെങ്കിൽ അത് വി ടു ബൈ വി വൺ എന്നുള്ള ഒരു ആസ്പെക്ട്സിലേക്ക് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ ഇൻഡക്റ്റർ, സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് ചാർജ് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ, ക്യൂ ഈസ് വാട്ട്, ക്യൂ സീറോ കോസ് ഒമേഗ ടി എന്ന് നമുക്ക് പറയാം. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോസ് ഒമേഗ ടി ബിക്കം മൈനസ് ആകും, അതോടൊപ്പം കോസ് ഒമേഗയുടെ ഒമേഗ കൂടെ വരും. സോ മൈനസ് ക്യൂ സീറോ ഒമേഗ സൈൻ ഒമേഗ ടി ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് വേണ്ട കറണ്ട് ഐ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ് ക്യൂ സീറോ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. നമുക്ക് കോസ് ഒമേഗയുടെ വാല്യൂ അറിയാം, ക്യൂ സീറോ അറിയാം, ഒമേഗ എഴുതാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ സീറോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് സി വി വൺ ആയിട്ട് നമുക്ക് എഴുതാം. ഒമേഗ എന്ന് പറയുന്നത് 1/√LC ആണ്. സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് കോസിൻ്റെ രൂപത്തിലേക്ക് എഴുതുമ്പോൾ നമുക്കറിയാം അത് √1 - കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാം. അവിടെ കോസ് ഒമേഗ ടിയുടെ വാല്യൂ വി ടു ബൈ വി വൺ ആണ് എഴുതുന്നത് കൊണ്ട് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, so we can write for the sin omega t that is equal to 1 minus that cos omega t is v2 by v1, so v2 by v1 square the whole raised to 1/2, so that is equal to നമുക്ക് v1 is there, c v1 നമുക്ക് സി എന്ന് പറയുന്നത് ഈ റൂട്ടിനകത്തേക്ക് കൊണ്ടുവന്നാൽ വി വൺ ഇൻറ്റു റൂട്ട് ഓഫ് സിംപ്ലി നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എൽ. അപ്പോൾ ഇതിനകത്ത് ഇതിനെ ക്രോസ് ചെയ്ത് എഴുതിയാൽ വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ, അവിടെ റൂട്ട് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ബോട്ടത്തിലുള്ള റൂട്ട് വി വൺ സ്ക്വയർ എന്ന് പറയുന്നത് വി വൺ ആയിട്ട് എഴുതിയാൽ അത് ക്യാൻസലായി പോയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സി ഇൻറ്റു വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ ദ ഡിവിഷൻ ബൈ എൽ ദ ഹോൾ റൈസ് ടു ഹാഫ് ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് മാറുകയാണ്. സോ ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 24. The power dissipated in an LCR series circuit connected to an AC source of EMF is. അപ്പോൾ ആർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററിലൂടെയുള്ള പവർ ലോസ് എന്ന് പറയുന്നത് വി ക്യാൻ സേ ആസ് ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് നമുക്ക് എഴുതാം. സോ സിമ്പിളായിട്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ സ്ക്വയർ ഡിവിഷൻ ബൈ ഇംപിഡൻസ് സ്ക്വയർ ഇൻറ്റു ആർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇ എം എഫ് സ്ക്വയർ ഡിവിഷൻ ബൈ ആസ് എ റൂട്ട് ഓഫ് ദാറ്റ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ ദാറ്റ് സ്ക്വയർ ഇൻറ്റു ആർ. ആ റൂട്ട് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദാറ്റ് മച്ച് സ്ക്വയർ ദാറ്റ് മച്ച് ഇൻ ടു ആർ. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. സോ അത് ബേസ് ചെയ്തിട്ട് വി ക്യാൻ സേ ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 25. What is the value of inductance capital L for which the current is maximum in a series LCR circuit with C that is given as is equal to 10 mu f and omega that is equal to 1000 second raised to -1. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ റെസൊണൻസ് എന്നുള്ള കേസ് നമുക്ക് വ്യക്തതയോടെ അറിയാം. ആ കേസിൽ അവനൊരു റെസിസ്റ്റീവ് നെറ്റ്വർക്കായിട്ട് മാറുകയാണ്. റെസിസ്റ്റീവ് നെറ്റ്വർക്കായിട്ട് മാറുമ്പോൾ അവനിൽ പ്യുവറായിട്ട് റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ ആകുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു വാല്യൂ കൊണ്ട് നമുക്ക് എക്സ് സി കണ്ടുപിടിക്കാമല്ലോ. ആ വാല്യൂ തന്നെ ആയിരിക്കില്ലേ എക്സ് എൽ. സോ നമുക്ക് എക്സ് സി എന്ന് പറയുന്നത് 1/ωc ആണ്. ഒമേഗ എന്ന് പറയുന്നത് 1000 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 10⁻⁻6 ആയി മാറി. സോ 1/10 × 10⁻⁻3 എന്ന് പറയുമ്പോൾ നമുക്കത് 100 വാല്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എൽ കണ്ടുപിടിക്കാൻ ഈസിയാണ്. കാരണം എക്സ് എല്ലും എത്ര തന്നെയാകും 100 ഓം എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഒമേഗ എൽ. ദെയർഫോർ എൽ എന്ന് പറയുന്നത് എക്സ് എൽ ഡിവിഷൻ ബൈ ഒമേഗയാണ്.
So that is equal to 100 division by 1000 ആയിട്ട് നമുക്ക് എഴുതാം. So that is equal to 0.1 ആണ്. അവനെ നമുക്ക് സിമ്പിൾ ആയിട്ട് 100 മില്ലി ഹെൻറി ആയിട്ട് പറയാം. That means our D choice is the answer. We can move with the question number 26. A coil of inductive reactance 31 ohm has a resistance of 8 ohm. XL is given as is equal to 31 and capital R take the value as is equal to 8 ohm. It is placed in series with a condenser of capacitive reactance that is equal to 25 ohm. The combination is connected to an AC source of 110 volt. Yes, so that potential is 110. The power factor we need to find it. പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് cos 5 ആണ്. cos 5 എന്ന് പറയുന്നത് നമ്മുടെ ഫേസർ ഡയഗ്രാമിൽ നിന്ന് R/Z ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 8 ohm ഹിയർ, ബട്ട് Z ഈസ് നത്തിങ് ബട്ട് R square plus XL minus XC the whole square. So we can substitute it to be R എന്ന് പറയുന്നത് 8 ആണ്. That is equal to root of R square 8 square plus XL is 31, that minus 25, that much square. So that is equal to 8 division by as a root of that 8 square as a 64 plus 31 minus 25 becomes 6, 6 square becomes 36. അപ്പോൾ റൂട്ട് 100 ആയി മാറുന്നു, അത് 10 ആയിട്ട് മാറുന്നു. സോ 8/10 we get the answer as a 0.8. So we can take the second option. We can move with the question number 27. In a circuit, LCR are connected in series with an alternating source of frequency F. The current lead the voltage by 45 degree. അപ്പോൾ നമ്മുടെ ഫേസർ ഡയഗ്രാമിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ഓർക്കാം. ഇതാണ് കറണ്ടിൻ്റെ കൺസെപ്റ്റ് എങ്കിൽ സോ ദ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഹിയർ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കപ്പാസിറ്റീവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ആംഗിളാണ് നമുക്ക് 45 ഡിഗ്രി ആയിട്ട് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് ഇൻ ദിസ് റിലേഷൻ നമുക്ക് പറയാം tan 5 എന്ന് പറയുന്നത് R ഡിവിഷൻ ബൈ, അപ്പം നമ്മുടെ 5 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിവിഷൻ ബൈ see that is equal to tan 5 is equal to opposite that is so opposite എടുക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഫേസർ ഡയഗ്രാം വരുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ലുക്ക് ഇവിടെ വരുന്നത് LCR സർക്യൂട്ട് വരുമ്പോൾ നോർമലി ഇത് പൊട്ടൻഷ്യൽ അക്രോസ് എല്ലായിരിക്കും, ഇതായിരിക്കും കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് അത് VL മൈനസ് VC ആയിരിക്കും. ആൻഡ് ദിസ് വൺ ഈസ് നത്തിങ് ബട്ട് അവർ പൊട്ടൻഷ്യൽ അക്രോസ് R. അപ്പോൾ tan 5 കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് VL മൈനസ് VC ഡിവിഷൻ ബൈ VR ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ XL മൈനസ് XC ദ ഡിവിഷൻ ബൈ R, ഈ വാല്യൂ ആണ് 45. tan 45 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് XL. ഇവിടെ കപ്പാസിറ്റൻസിനാണ് കൂടുതൽ, അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. VC മൈനസ് VL ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ആൻസർ വ്യത്യാസപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ XC മൈനസ് XL ദ ഡിവിഷൻ ബൈ R ഈക്വൽ ടു 1, ദാറ്റ് ഈസ് XC മൈനസ് XL എന്ന് പറയുന്നത് നമുക്ക് R ആയിട്ട് എഴുതാം. അപ്പോൾ XC എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 1/ωc ആണ്, ωL ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു R ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/ωc എന്ന് പറയുന്നത് R പ്ലസ് ωL ആയിട്ട് എഴുതിയാൽ ωc ടേക്ക് ദ വാല്യൂ എന്ന് പറയുന്നത് 1/ωL പ്ലസ് R. സോ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് 2πf ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/2πf ഇൻറ്റു 2πfL പ്ലസ് R ആയിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ ഫോർത്ത് ഓപ്ഷൻ ആസ് ദി ആൻസർ. We can move with the question number 28. A coil of 40 Henry inductance is connected in series with a resistance of 8 ohm and the combination is joined to the terminals of a 2 volt battery. What is the time constant?
അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത് ദ ടൈം കോൺസ്റ്റൻറ്റ് ഫോർ ആർ എൽ സർക്യൂട്ട് എന്ന് പറയുന്നത് എൽ ബൈ ആർ ആണ്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ here that L is given as is equal to as a 40 and the resistance as a 5. So that is equal to resistance as 8 and we get the answer as 5 second. That means the second option as the answer. We can move with the question number 29. In a series resonant circuit having LCR as its elements, the resonant current is I. The power dissipated in the circuit at resonance is. അറ്റ് റെസൊണൻസ് വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് എക്സ് എൽ എന്ന് പറയുന്നത് എക്സ് സിക്ക് തുല്യമാകുന്നത് കൊണ്ട് തന്നെ അവനൊരു പ്യുവർ റെസിസ്റ്റീവ് നെറ്റ്വർക്കായിട്ട് മാറുന്നത് കൊണ്ട് അവിടെ പവർ ഡിസിപ്പേഷൻ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻ ടു ആർ. Therefore we get the value choice as D choice. We can move with the question number 30. A capacitor has a capacity C and the reactance X. If capacitance and frequency become double, അപ്പോൾ നമുക്കറിയാം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1 ഒമേഗ സി ആയിട്ടല്ലേ. അവിടെ ഒമേഗ എന്ന് പറയുന്നത് 2 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 1 എഫ് സി ആയിട്ട് നമുക്ക് എഴുതുവാൻ പറ്റും. അത് ഇവിടെ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് നമ്മളോട് പറയുന്നത് ദാറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് ഡബിളായിട്ട് മാറുന്നു. അതോടൊപ്പം കപ്പാസിറ്റൻസ് ഡബിളായിട്ട് മാറുകയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് 1/4 ടൈംസ് ഓഫ് സോ 1 എഫ് സി ഇസ് നത്തിങ് ബട്ട് ദ നോർമൽ വൺ. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡിവിഷൻ ബൈ 4 ആയിട്ട് പറയാം. ദാറ്റ് മീൻസ് സി എസ് ദി ചോയ്സ്. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എ സി എന്ന ചാപ്റ്ററിലെ 30 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ and try to do maximum MCQs, then only you can score more rank in the coming entrance exams. Take care. God bless you.